മര്യാദകളാണ് അങ്ങ് കാണിക്കുന്നത്. അങ്ങേക്ക് മനസ്സിലാവേണ്ടതില്ലേ ഇത് അങ്ങയുടെ KPCC യോഗം അല്ലല്ലോ. എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ആദിവാസി സമൂഹത്തെ കുറിച്ച് പറഞ്ഞു മാധു. നിങ്ങളുടെ ക്യാമറാമാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുണ്ടേരി ഫാമിലെ ആദിവാസി കോളനി സമൂഹത്തിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ആരാന്നറിയോ, 2010 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഏകദേശം 100 കണക്കിന് ആദിവാസികൾ ടാർ ഷീറ്റ് അടിച്ച് ടർപ്പായി അടിച്ച് അവിടെ കിടക്കും. ഞങ്ങൾ ചെന്ന ആദ്യത്തെ വീട് എവിടെയാണെന്നറിയോ, ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 1.5 മാസമായിട്ടില്ല. ഈ നാട്ടിലെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ആ കവളപ്പാറയിലും മറ്റുള്ളിടത്തും എല്ലാം ദുരന്തം നടന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പണം കൈയയച്ച് സഹായം ചെയ്ത് കൊടുത്തതാണ്. ആ പണം മുഴുവൻ CMDRF പെടുത്തിയിട്ട് 100 കണക്കിന് വീട്, നിങ്ങളുടെ ക്യാമറമാൻ്റെ അതിന്റെ വിഷ്വൽസ് ഉണ്ടാവല്ലോ, എടുത്തൊന്ന് കാണിക്ക്. 100 കണക്കിന് മനുഷ്യർ ഇന്ന് വെറും നീല ടർപ്പായി അടിച്ച് അതിനകത്ത് കിടക്കുക. എന്നിട്ട് അവർ ഞങ്ങളോട് പറയുന്നതറിയോ, ഞങ്ങൾ ചൂട് കാരണം രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങി കിടക്കും, ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്, എപ്പോഴാണ് ആന വരില്ല. കുടിവെള്ളം പോലും കിട്ടാൻ കോടതിയിൽ പോകേണ്ടി വന്ന ആദിവാസി സമൂഹം ഈ പിണറായി വിജയന്റെ കാലത്ത് ഈ കേരളത്തുണ്ടായി ഇല്ലേ, ഈ പിണറായി വിജയന്റെ കാലത്ത്. എന്നിട്ട് മേനിതടിക്കുകയാണല്ലേ. പിന്നെ വീട് ഭവന പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ മന്ത്രിയുടെ കണക്ക് ഞാൻ പറയാം ജയിക്കെ, കേട്ടോ, 1000-അടുത്ത് വീടുന്നല്ലേ. നോക്കൂ, 16/5/2017 ചോദ്യം നമ്പർ 4003. അന്ന് KT ജലീൽ മറുപടി പറയാണ്. എത്രയാ? 2011-12 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,75,038 വീട്, പട്ടികജാതി വികസന വകുപ്പ് മുഖേന 24,887 വീട്, പട്ടികവർഗ വകുപ്പ് മുഖേന 17,588, പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ 71,710, 40,000 ഫിഷറീസ് ഭവന പദ്ധതി, പിന്നെ മുനിസിപ്പാലിറ്റികൾ 12,938, പിന്നെ മറ്റ് ഇതിൽ 12,938, 4.5 ലക്ഷം വീട് 5 വർഷത്തെ കാലയളവിനുള്ളിൽ പണിതു കൊടുത്ത ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 10 വർഷമായിട്ട് 4 ലക്ഷത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ PR അല്ല, ഈ നിയമസഭയിൽ നിങ്ങളുടെ മന്ത്രിമാർ പറഞ്ഞ രേഖകൾ നിൽപ്പുണ്ട്. പെൻഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇതാണ് പിണറായി സർക്കാരിന്റെ അത്ഭുതവാമഹമായ നേട്ടം. ഈ അത്ഭുതവാമഹമായ നേട്ടത്തെ നിലമ്പൂരിലെ ജനങ്ങൾ നല്ല കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും സ്ഥാനാർത്ഥിയെ. ഒറ്റ മിനിറ്റ്, ജേക്കിന് അതിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. ജേക്കബ്. അല്ല, തീർച്ചയായിട്ടും ഇദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങ് ഇപ്പൊ കൊട്ടിക്കലാശത്തെ വിലയിരുത്തണം. എങ്ങനെ വിലയിരുത്തണം? അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഞാൻ കോട്ട് ചെയ്തത്. സാധാരണ കൊട്ടിക്കലാശത്തെ വിലയിരുത്താറുള്ളത് ഞാൻ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വഴങ്ങുന്നില്ല മാധു. ഞാൻ പറയുന്നില്ല, എന്റെ സമയം. ഒരു നിമിഷം ശ്രീ രാജു പിന്നാർ, ഞാൻ അങ്ങയോട് ചോദിച്ച കാര്യത്തിന് അങ്ങയിൽ നിന്ന് പര്യാപ്തമായതും അധിക സമയം എടുത്തു. അങ്ങ് ഒരു കാര്യം അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ വിവരിച്ചു വരികയായിരുന്നുകൊണ്ട് ഞാനത് കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ ദിവസം ഇടപെടേണ്ട എന്നുള്ളത് തന്നെയാണ് വിചാരിച്ചത്. അതിനുശേഷം ഞാൻ അങ്ങയുടെ സമയം കവർന്നല്ല ജയിക്കിലേക്ക് പോയത്, മറ്റതിഥികളിലേക്ക് പോകേണ്ട സമയം എടുത്തുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് അതിലങ്ങ് ക്ഷമിക്കണം. ജയിക്ക് തുടരും. എന്റെ കണക്കിന് എന്തോ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങ് പറഞ്ഞതിൽ എന്നാണ് ശ്രീ ജയിക്ക്. ശരിയല്ല, എല്ലാവർക്കും തുല്യമായ സമയം വരും. ശ്രീ സജി മഞ്ഞക്കടമ്പൻ വരും. ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അവസരത്തിൽ നിന്ന് എനിക്ക് വഴങ്ങി തന്നതല്ലാതെ എനിക്ക് നല്ല ധാരണയുണ്ട്. എന്തായാലും അദ്ദേഹം സംസാരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല, ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ. കൊട്ടിക്കലാശത്തിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകൾ മുതൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പര്യടനം ഔദ്യോഗികമായി ആരംഭിച്ച നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കോളാമ്പിയുടെ കണക്കെണ്ണിയിട്ടും ബൈക്കിന്റെ വാട്സ് നോക്കിയിട്ടുമല്ല ഈ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജനസമുദ്രത്തിന്റെയും ജനസാന്നിധ്യത്തിന്റെയും അനുഭവങ്ങളെ വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്ത്, എന്നിട്ട് നിങ്ങൾ പറ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ മറുപടിയില്ല. ഞാൻ ലൈഫ് മിഷനിൽ ഇപ്പൊ മര്യാദകളല്ലേ അങ്ങേക്ക് തോന്നുന്നില്ലേ? തെറ്റുണ്ടോ? അല്ല, ഇതെന്തൊരു മര്യാദകേടാണ്. അതല്ലേ രാഷ്ട്രീയം? ഇതെന്തൊരു മര്യാദകേടാണ് അങ്ങ് കാണിക്കുന്നത്. അങ്ങേക്ക് മനസ്സിലാവേണ്ടതില്ലേ ഇത് അങ്ങയുടെ KPCC യോഗം അല്ലല്ലോ.
എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. രാജു പിന്നാരല്ല, നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ചർച്ച ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പറഞ്ഞില്ലാതാക്കാതിരിക്കുകയാണ് നല്ലത്. ശ്രീ ജെക്സി തോമസ്, ഇപ്പോ നിങ്ങളുടെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതുപോലെ കെ ടി ജലീൽ അന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയ കണക്കാണ് പറഞ്ഞത് അദ്ദേഹം. 2.25 ലക്ഷം രൂപ വീടുകൾ, അതിനുശേഷം 24,000 വീടുകൾ, 17,000 വീടുകൾ, 70,000 വീടുകൾ, ഈ നിലയ്ക്ക് വീടുകൾ കൊടുത്തിട്ടുണ്ട് 5 വർഷത്തിലെന്ന് നിയമസഭാ രേഖകളെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങേക്ക് മറുപടി പറഞ്ഞത്. അത് ഇത്രയേ ഉള്ളൂ, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തിരുവനന്തപുരം മെട്രോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നു. നിയമസഭയിൽ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു അത് തറക്കല്ലിട്ടത് ഞങ്ങളുടെ നേതാവാണെന്നുള്ളത്. തിരുവനന്തപുരം മെട്രോയെ സംബന്ധിച്ച് അങ്ങേക്കറിയാം, അങ്ങയുടെ സ്റ്റുഡിയോയിൽ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ നിർദ്ദിഷ്ട സ്ഥലത്ത് വേണമെങ്കിൽ എത്താൻ കഴിയുമായിരിക്കും. ഒരു തറക്കല്ല് ഏതെങ്കിലും ഒരു പത്രാധിപർക്ക് കാണാൻ വേണ്ടി കഴിയുമോ? ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷം എന്ത് അഭിമാനകരമായ കാര്യം നിർവഹിച്ചാലും അതിന്റെ തറക്കല്ലിട്ടത് ഞങ്ങളാണ്, അതിന്റെ ആശയം ഞങ്ങളുടേതാണ്, അതിന്റെ കണ്ടുപിടുത്തം ഞങ്ങളുടേതാണ്. ഇമാതിരി ഏർപ്പാടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ അങ്ങ് കണ്ടതല്ലേ? ലക്ഷക്കണക്കിന് രൂപ മുടക്കി അഭിനവ കോൺഗ്രസ് നേതാക്കന്മാർ അവകാശപ്പെടുന്ന ഒരു സംഘം 1000 ആക്കിയത് ആരാണ്? അത് ഞങ്ങളാണ്. 1100 ആക്കിയത് ആരാണ്? അത് ഞങ്ങളാണ്. 1200 ആക്കിയത് ആരാണ്? അത് ഞങ്ങളാണ്. എന്നിട്ട് എത്ര കൊടുത്തു? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? 5 വർഷം കൊണ്ട് കൊടുത്തത് 9,111. ഞാൻ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. അതിനുശേഷം പെൻഷൻ കൊടുക്കാതെ കേരളത്തിലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസ് പരാജകന്മാരോട് ചുരുങ്ങിയ സമയത്തിൽ പറയണേ, എനിക്ക് മറ്റതിലേക്ക് പോകണം. ചുരുങ്ങിയ സമയത്തിൽ പറയണേ. മാധു ജെയ്സി തോമസ് ഇത്രയും വീടുകൾ പൂർത്തീകരിച്ചു എന്നുള്ളത് നിയമസഭയിൽ പറഞ്ഞതാണ്. പൂർത്തീകരിച്ചു എന്നുള്ളത് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന രേഖയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങൊന്ന് ക്ഷമിക്കൂ, ഞാൻ അങ്ങേലേക്ക് വരില്ല എന്ന് പറഞ്ഞോ? അല്ല, ജയ്ക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വികസന പദ്ധതികളുടെ തുകയെ സംബന്ധിച്ചും പെൻഷന്റെ തുകയെ സംബന്ധിച്ചും താരതമ്യം ചെയ്യേണ്ടത് കോടികളുടെ രൂപയുടെ കണക്കിലല്ല. അങ്ങനെ താരതമ്യം ചെയ്താൽ 2011 ടോട്ടൽ ബജറ്റ് അലോക്കേഷൻ എത്രയായിരുന്നു എന്നുള്ള ആലോചിക്കേണ്ടി വരും. ആ ബജറ്റിന്റെ സൈസ് 5 പ്രാവശ്യം കൂടിയിട്ടുണ്ട്. അത് കാലക്രമണത്തിൽ കൂടുന്നതാണ്. ബജറ്റിന്റെ സൈസ് കൂടുമ്പോൾ തുകയും കൂടും. ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും 15 വർഷത്തിന് മുമ്പത്തെ തുക വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടുണ്ടോ? ഇത്രമാത്രം അടിസ്ഥാനപരമായിട്ട് ഈ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പറയരുത്. കാരണം അങ്ങനെയാണെങ്കിൽ ആർ ശങ്കറിന്റെ കാലത്ത് 15 രൂപയുണ്ടായിരുന്നു. ഞാൻ ഇടപെടുകയാണ്.